സമുദ്രത്തിൽ ചേരുന്നത് പോലെയാണ് ഒരു വിഭവം. പാനിൽ നിന്ന് ഉപ്പും മുളകും എരിവും പുളിയും ഒക്കെ ചേർന്ന് നമ്മുടെ നാവാകുന്ന സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ വിഭവങ്ങളുടെ രുചിക്കൂട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് അടിപൊളി സ്വാദ് വീണ്ടും നിങ്ങളിലേക്ക്. നമ്മുടെ കൂടെ ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവം തയ്യാറാക്കാൻ എത്തിയിരിക്കുന്നത് നാരി ചേച്ചിയാണ്. നോർത്തിൻ്റെ വിഭവമാണിത്. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പനീർ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരും. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളത്. ഈ കോഫ്ത എന്ന് പറയാൻ എന്തൊക്കെ പനീർ വേറെ എന്തൊക്കെ ഉപയോഗിക്കുന്നത്? പനീർ പൊട്ടറ്റോ ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ബോൾസ് ആക്കിയിട്ട് ഫ്രൈ ചെയ്യണം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. പുഴുങ്ങി നമ്മള് ഉടച്ചു വെക്കാം. പിന്നെ ഇത് പനീർ ഗ്രേറ്റ് ചെയ്തതാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകം വേണം, കുറച്ച് ഗീ വേണം. പിന്നെ ഇത് ബേ ലീഫാണ്. ബേ ലീഫ് നമ്മുടെ കറുകപ്പട്ടയുടെ ഇല ഉണക്കിയത്. പിന്നെ തൈര് വേണം, കുറച്ച് ഗരം മസാല. തൈരിന്റെ പുളിപ്പ് വേണ്ട. നമ്മൾ ഓൾറെഡി തക്കാളി ചേർക്കുന്നുണ്ട്, അപ്പൊ പുളിപ്പ് വേണ്ട. പുളിപ്പില്ലാത്ത തൈര്. കോൺഫ്ലോർ വേണം. പിന്നെ മല്ലിയിലയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വേണ്ടത്. ആ ഒരു ഇത് വേണ്ടിട്ട്. പിന്നെ ഉപ്പ്. ഇത് കശുവണ്ടി പൊടിച്ചതാണ്. പിന്നെ ഇത് ഓണിയനും ടൊമാറ്റോയും കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. ടൊമാറ്റോയും ഓണിയനും കൂടെ പിന്നെ ഓയിൽ. ഇത്രയും സാധനങ്ങളാണ്. വെജിറ്റബിൾ ഓയിലാണ് ഏറ്റവും നല്ലത്. ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ പൊട്ടറ്റോയിലേക്ക് നമ്മുടെ പനീർ ഇടുക. ശ്രദ്ധിക്കാം, പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉടച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് വേണം പൊട്ടറ്റോ. അതിലേക്ക് നമ്മൾ പനീർ മിക്സ് ചെയ്തു. പനീർ മിക്സ് ചെയ്തിട്ട് പൊട്ടറ്റോ അതെ പുഴുങ്ങിയെടുത്ത് എത്ര നേരം വെക്കുന്നത്? ഒരു 3 വിസിൽ വരണം. 3 വിസിൽ എന്നിട്ട് അത് കോൺഫ്ലോർ ഇടുക. ഒരു 2 സ്പൂൺ കോൺഫ്ലോർ ചേർക്കും. പനീർ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നത് ക്യൂബ്സ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ഒരു വലിയ സ്ക്വയർ പീസ് കിട്ടും. അതെ, ഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുക. അതിന്റെ പുറത്തേക്ക് കുറച്ച് കോൺഫ്ലോർ ഇടുക. അതിലേക്ക് നമുക്കൊന്ന് കട്ടി കൂടി കുറച്ച് ചില്ലി പൗഡർ. സാധാ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടി. ഒരു എരിവിന് വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തു. ഇതിന് നിറം കിട്ടി കൂടി കളർ ആവശ്യമില്ല. കുറച്ച് ഗരം മസാല. ഗരം മസാലയൊക്കെ കുറച്ച് മതി. നമ്മള് ഗ്രേവിയിലും ഗരം മസാല യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് യൂസ് ചെയ്തത്. ചെറുത് ഉപ്പ് നമ്മുടെ ബോൾസിൽ പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പിടണം. ആവശ്യമുള്ളപ്പോൾ കൂടെ ആഡ് ചെയ്യുക. ഗരം മസാല ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഇറച്ചിയുടെ ഒക്കെ ഒരു സ്മെല്ല് വരും. ഉരുളക്കിഴങ്ങ് എല്ലാം ഗരം മസാല ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ബോൾസ് ആക്കാം. ചെറിയ ബോൾസ് ആക്കണം. നമുക്ക് ഫ്രൈ ചെയ്യാനും എളുപ്പമാണ്. കുറച്ച് എക്സ്പാൻഡ് ചെയ്യും. കുറച്ച് ഫ്രൈ ശരിയാണ്. എണ്ണയൊക്കെ കുറിച്ചിട്ടൊന്ന് വരും. അത് ചെറുതാവുന്നതാണ് കാണാം. കുറച്ച് വേണമെങ്കിൽ എണ്ണ ഇടണോ? അതിന്റെ ആവശ്യമില്ല. എണ്ണ വേണ്ട. കൈകൊണ്ട് തന്നെ ഒന്ന് ഉറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ചെറിയ ബോൾസ് രൂപത്തിൽ കിട്ടും. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബോളാക്കി വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യണം. കാണാം, ചെറിയ ബോൾസ് ഇടുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. ഡീപ് ഫ്രൈ നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ വേർതിരിച്ചെടുത്ത് ഓരോ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അധികം ഇടാതിരിക്കുക. അനുസരിച്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ സൈസ് കൂടി വരും. എന്ത് കളർ? ഒരു ബ്രൗൺ കളറാവണം. ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴും നമുക്കത് ഓഫ് ചെയ്യാം. ഇത് ശരിക്കും ഒരു എന്ത് ടേസ്റ്റ് ആയിരിക്കും? എരിവാണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇല്ല, ഞാൻ അധികം സ്പൈസി ആക്കിയിട്ടില്ല. നമുക്ക് ഗ്രേവി നല്ല സ്പൈസിയാണ്. ഗ്രേവി ചെറിയതായിട്ടുണ്ട്. ഇതിപ്പോ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ സൂക്ഷിച്ച് ഇതുപോലൊരു ഇതായിട്ട് നമുക്ക് ഒന്നും ഇത് അധികം കുക്ക്ഡ് ആവണ്ട. എന്ന് വെച്ചാല് നമ്മുടെ പൊട്ടറ്റോ ഓൾറെഡി കുക്കാണ്. പിന്നെ പനീറാണ്. പനീറിന് അധികം നേരം വേവില്ല. ബോൾസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാനില് നെയ്യ് ഒഴിക്കണം. കുറച്ച് നെയ്യ്
നെയ്യ് ഒഴിക്കാം. കുറച്ച് മതി നെയ്യ്. നേരത്തെ ഫ്രൈ ചെയ്തിട്ടപ്പോൾ ആവശ്യത്തിന് എണ്ണ വെച്ചിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫ്രഞ്ച് പറഞ്ഞ പോലെ പൊട്ടറ്റോ എല്ലാം ഉരുളക്കിഴങ്ങ് എല്ലാം ഓൾറെഡി സ്റ്റിക്ക് ചെയ്യാൻ അത് പരസ്പരം ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഇടാറുണ്ട്. അവസാനം കരിഞ്ഞ് വരെയൊക്കെ ആകുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാം. കുറച്ച് ജീരകം. ഓക്കെ. പിന്നെ നമുക്ക് സാധാരണ പെരുംജീരകം, സാധാ ജീരകം, ചെറിയ ജീരകമാണ്. കുറച്ച് മതി ജീരകം. അപ്പം നമ്മൾ ബോൾസ് തയ്യാറാക്കി വെച്ചു. ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗ്രേവിയാണ് വേണ്ടിയിട്ടാണ്. കുറച്ച് ജീരകം കിട്ടും. യെസ്, ഇത് ബേ ലീഫാണ്. നല്ല കറുവപ്പട്ടയുടെ ഇലയാണ്. അതും കുറച്ചിട്ട് അത് നമുക്ക് വെക്കാൻ കിട്ടാവുന്നുള്ളൂ. ചെറിയ പാക്കറ്റിൽ കിട്ടും. ഇനി ഇടുന്നത് ഇത് ടൊമാറ്റോയും ഓണിയനും കൂടെ എന്താ വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നു. വെള്ളം ആഡ് ചെയ്യുന്നു. വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഇല്ല, നമ്മൾ ആ നെയ്യ് ഓൾറെഡി ഇട്ടിരിക്കുന്നുണ്ട്. ആ തക്കാളിയിലേക്കുള്ള വെള്ളം ചെറുതായിട്ട് പൊട്ടിയതാണ് ഇപ്പൊ കണ്ടത്. നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. എനിക്ക് ചിലപ്പോൾ അടി പിടിക്കും. ഇത് കറുവപ്പട്ടയുടെ ഇലയുടെ ചൂടാക്കുമ്പോൾ ആ ശരിക്കും സ്മെല്ല് വന്നു തുടങ്ങി. നോർത്ത് ഇന്ത്യൻ ഡിഷിന്റെ പ്രത്യേകതയാണ് നമ്മളിത് ഈ നെയ്യിൽ ചെയ്യുന്നത്. എണ്ണ നമ്മളത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു റിച്ച്നെസ് ഉണ്ടാകും. ഇത് കുറച്ചേരം മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചെയ്യാം. നന്നായിട്ട് ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി വെക്കാം. കാണാം പുറമെ ഒരു ബട്ടർ കുറച്ച് തരുന്നതായിട്ട് ഇങ്ങനെ. ഉപ്പ് ആവശ്യത്തിന് സാധാ മുളക് പൊടിയാണ്. സാധാ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന കേർഡാണ്. ഓക്കെ, നമ്മൾ എന്തോരം വേണ്ടി ഒരു തൈര് ഒരു 2 സ്പൂൺ. ഒരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മസാലപ്പൊടി, ഗരം മസാല. ഇനി ഇതിന് വേണ്ടത് കാഷ്യൂ പൗഡറാണ്. കശുവണ്ടി പൊടിച്ചത്. ഇത് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഒരു സ്പെഷ്യലിറ്റിയാണ്. അവർ ഫ്ലേവറിന് ഒരു കട്ടി കൂട്ടാനൊക്കെ കറക്കി ഉപയോഗിക്കുന്നത് കശുവണ്ടി പൊടിച്ചതാണ്. അതിന്റെ ഒരു സ്വാദ് ഒരു പ്രത്യേക ഒരു സ്വാദായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കശുവണ്ടി അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആവാനായിട്ട് നന്നായിട്ടൊന്ന് ആ ചൂടും കൂടെ ഉള്ളതുകൊണ്ട് ശരിക്കും മിക്സായി വരും. പാൻ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കണം. നമുക്ക് ഗ്രേവി എത്ര വേണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം മതിയാവും അല്ലേ? നിങ്ങൾ ആവശ്യം വെള്ളം ഒഴിക്കാൻ ആദ്യം പേടിക്കേണ്ട. കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ബോൾസും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. വേവാനൊന്നുമില്ല, പക്ഷെ അടച്ചു വെച്ച് ഒന്ന് തിളക്കണം വരെ. ഓക്കെ, ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ കറി ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. 5 മിനിറ്റ് അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് തോന്നുന്നു. തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളുടെ കുറച്ച് മല്ലിയില. ഇതാണ് മെയിനായിട്ടും നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ കൂടുതൽ മല്ലിയിലയാണ് കൂടുതൽ. നമ്മൾ കറിവേപ്പിലാണ് ആഡ് ചെയ്യുന്നെങ്കിൽ അവർ മല്ലിയില ആഡ് ചെയ്യുന്നത്. പക്ഷെ ഡബിൾ ദി എമൗണ്ട് ആയിരിക്കും. മല്ലിയില ഇട്ടിട്ട് അധികം തിളയ്ക്കണ്ട. അതിന്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില തിളയ്ക്കുമ്പോൾ തന്നെ ഇട്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മല്ലിയില കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബോൾസ് ചേർത്താൽ മതി. പനീർ കോഫ്ത റെഡി ആയി കഴിഞ്ഞു. നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നല്ല സുഗന്ധമൊക്കെ വന്നതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു സ്ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടില്ല. നമ്മൾ എല്ലാം കഴിക്കുന്ന ഡിഷിനെക്കാളും ഒരു ഡിഫറെന്റ് ആയിരിക്കും. ചെറിയ ബോൾസ് കുട്ടികൾക്ക് ഇഷ്ടം. എല്ലാം തന്നെ നമ്മൾ കേർഡ് ചേർക്കുന്നുണ്ട്. പനീർ നല്ലതാണ്. എല്ലാം ചേർക്കുന്നുള്ളതുകൊണ്ട് നല്ല എനിക്കൊരു കൗതുകമാണ്. റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാനേജ് ചെയ്താലാക്കി പനീർ കോഫ്ത റെഡി ആയി കഴിഞ്ഞു. കണ്ടിട്ട് നല്ല രസമുണ്ട്. ചെറിയ ബോൾസ് ഒക്കെ അല്ലേ കറിയിലൊക്കെ വന്നിട്ട് കൗതുകമൊന്നുമില്ല. കഴിച്ചു നോക്കാം. കറക്റ്റ് സമയത്ത് പക്ഷെ ബോൾസ് പെർഫെക്റ്റ് ആണെന്നുള്ള സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ പനീറിന്റെ കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ശരിക്കും ചപ്പാത്തിയുടെ കോമ്പിനേഷൻ കഴിക്കുമ്പോൾ ശരിക്കും ടേസ്റ്റ് താമസിയാവാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സിദ്ധാറാക്കിയിരുന്ന പനീർ കോഫ്ത. താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന് പാചകം ചെയ്ത് നോക്കാം. ഞാനും ചേച്ചിയുടെ പനീർ കോഫ്ത.